ആസിയ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് നഷ്ടമായിട്ടുണ്ട്. ആസിയ ബീവിക്ക് നഷ്ടമായത് ഫറോവയുടെ കൊട്ടാരമാണെന്ന് ഓർക്കണം സഹോദരി. ആസിയ ബീവി മഹദി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച സമയം മഹദി റളിയല്ലാഹു അൻഹുക്ക് നഷ്ടമായത് ഫറോവയുടെ കൊട്ടാരമല്ലേ, ഈജിപ്തിന്റെ പരമാധികാരത്തിന്റെ അംശമല്ലേ, ഈജിപ്തിന്റെ പ്രൗഢിയല്ലേ. നടുറോട്ടിൽ കിടന്ന് വേദനിച്ച് ഷഹീദായി മരിച്ചുപോയ ഷഹീദത്താണ് ആസിയത്ത് റളിയല്ലാഹു അൻഹാ. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. രണ്ട് പെണ്ണുങ്ങളാണ് ലോകത്ത് വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഉദാഹരണം. രണ്ട് പെണ്ണുങ്ങൾ തന്നെയാണ് ലോകത്ത് അവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉദാഹരണം. ശുദ്ധ ഖുർആൻ ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം, ഇറാഖിലെ മെസപ്പൊട്ടേമിയയിൽ കടന്നു വന്ന നൂഹ് നബി അലൈഹിസ്സലാം, ദിജ്ലയുടെയും ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും ഇടയിലെ മെസപ്പൊട്ടേമിയയിൽ പ്രബോധനത്തിന് വന്ന മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ഭാര്യ മുസ്ലിമത്താവാതെ മരിച്ചുപോയി. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം ഇന്നത്തെ ജോർഡാനിലെ ഡെഡ് സീയുടെ ചാവുകടലിന്റെ ഭാഗത്ത് സൊദോം ഗമൊറ എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലാഹുവിന്റെ നബിയായി വന്ന ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും മുസ്ലിമാവാതെ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് ഖീല ദഖുലന്നാറ മഅദ്ദാഖിലീൻ. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം സ്വർഗ്ഗഭോഗ രോഗികളായി മാറിയപ്പോ ആ തോന്നിവാസത്തിന് സർവ്വ പ്രോത്സാഹനവും ചെയ്തു കൊടുത്തിരുന്ന പെണ്ണായിരുന്നു ലൂത്ത് നബിയുടെ ഭാര്യ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പെണ്ണോ അവിശ്വാസികളോടൊപ്പം ചേർന്ന് മരുഭൂമിയിൽ കപ്പലുണ്ടാക്കിയപ്പോ മഹാപ്രളയം വരുന്നുവെന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തപ്പോ ആ പ്രളയത്തെ സ്വീകരിക്കാൻ കപ്പലുണ്ടാക്കിയ അനിസ്നഇൽ ഫുൽക ബിഅയുനിനാ വവഹീനാ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങിയപ്പോ കൂടെ നിന്ന് കളിയാക്കി ചിരിച്ചിരുന്ന പെണ്ണാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ഭാര്യ. രണ്ടുപേരോടും ഖീല പറയപ്പെട്ടു കഴിഞ്ഞു നരകത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്നും നരകത്തിൽ കടക്കുന്നവരോടുകൂടെ നിങ്ങൾ കടന്നോളൂ എന്ന് ആ പെണ്ണുങ്ങളോട് പറയപ്പെട്ടു കഴിഞ്ഞു. തൊട്ടിപ്പുറത്തെ ആയത്ത് വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. സത്യവിശ്വാസിനികൾക്ക് ഉദാഹരണം ഇംറഅത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയാണ്. സൗജി എന്ന് അല്ലാഹു പ്രയോഗിച്ചിട്ടില്ല, മനപ്പൊരുത്തമില്ലാത്തത് കൊണ്ട്. ഭർത്താവും ഭാര്യയും മുസ്ലിമല്ല, രണ്ടുപേരും മുസ്ലിമായിട്ടില്ല, ഒരാളെ മുസ്ലിമായിട്ടുള്ളൂ. അതുകൊണ്ട് അല്ലാഹു ഇംറഅത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവി മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണമല്ലേ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. എന്തേ കാരണം എന്നറിയോ? റബ്ബി അല്ലാഹുവേ ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീട് വേണം എന്ന് മാത്രമല്ല ചോദിച്ചത്. റബ്ബി അല്ലാഹുവേ ഇബ്നി ലീ, എനിക്ക് വേണ്ടി നീ പണിയണേ, ഇൻദക നിന്റെ അരികത്ത്. എന്ത് വേണം? ബൈതൻ, വീട്. വീടല്ല ആദ്യം വേണ്ടത്, നിന്റെ അരികത്താണ്, നിന്റെ ഖുർബാണ്, നിന്റെ സാമീപ്യമാണ് റബ്ബേ എനിക്ക് വേണ്ടത്. ഫറോവ എന്നെ ആക്രമിക്കുന്നുണ്ട്,
ആരാണ് ഈ ഫറോവ? ഇന്നത്തെ കെയ്റോയിലെ നാഷണൽ മ്യൂസിയത്തിനുള്ളിൽ കിടക്കുന്ന ഡെഡ് ബോഡിയായി ലോകാവസാനം വരെ വരാൻ പോകുന്ന മനുഷ്യർക്ക് അള്ളാഹു മാതൃകയാക്കി വെച്ചു കൊടുത്ത റംസീസ് രണ്ടാമന്റെ ശവപ്പെട്ടി ഇന്ന് മനുഷ്യന്റെ മുമ്പിലെ കാഴ്ച വസ്തുവാണ്. ആ ദുൽമ ചെയ്ത മഹാഹങ്കാരിയുടെ ഭാര്യയായിരുന്ന ആസിയ ബീവി കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കാനാണ്. ഈജിപ്തുകാരന്റെ റാ എന്ന് പറയുന്ന സൂര്യദേവനെ ഞാൻ ആരാധിക്കില്ല, സൂര്യൻ ദൈവമല്ലെന്ന് പറഞ്ഞ് അള്ളാഹുവാണ് ലോകത്തിന്റെ സട്ടാവ്, അവൻ കണ്ണുകൾക്ക് കാണാത്തവനാണെന്ന് അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ നോക്കി മൂസ നബി അലൈഹിസ്സലാമിനെ നോക്കി പഠിച്ച മഹദി ആസിയ റളിയല്ലാഹു അൻഹാ, നിന്റെ അരികത്ത് വീട് വേണം പടച്ചവനെ. ബൈതം ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ആ ആസിയ ബീവിയും വേറെ ഒരു പെണ്ണും കൂടെ ലോകത്തിന് മാതൃകയുണ്ട് കേട്ടോ. അവരാരാണെന്നറിയുമോ? വമർയമ ബിനത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹാ ഫനഫഖ്നാ ഫീഹി മിൻ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. ഇമ്രാനിന്റെ പുത്രി മറിയം റളിയല്ലാഹു അൻഹ, മേരി എന്ന് പറയുന്ന മറിയം ഈസ നബി അലൈഹിസ്സലാമിന് ജന്മം കൊടുത്ത മഹദിയാണ് മറിയം റളിയല്ലാഹു അൻഹ. മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാം റൂഹ് ഊതുകയും അങ്ങനെ കൺസെപ്ഷൻ നടക്കുകയും മഹദി റളിയല്ലാഹു അൻഹ ഈസ നബി അലൈഹിസ്സലാമിനെ ഗർഭം ധരിക്കുകയും ചെയ്ത ഒരു പുരുഷന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ, ഒരു മെയിൽ ഇന്റർവെൻഷൻ ഇല്ലാതെ അത്ഭുതകരമായ മഹാജന്മം അല്ലാഹു നൽകി അനുഗ്രഹിച്ച ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ മഹാപ്രവാചകന്റെ ഉമ്മയാകാൻ ഭാഗ്യം ലഭിച്ച മറിയം ബീവി. എന്തേ കാരണം എന്നറിയോ? എന്താ ഖുർആൻ പറഞ്ഞത് കാരണം? അവരാണ് ലോക മുസ്ലിമിന് ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ. അമുസ്ലിമീങ്ങളായ ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ, രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാർ. സത്യവിശ്വാസികളായ ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ. ഒന്ന് ഫറോവയുടെ ഭാര്യയാണ്, മറ്റൊന്ന് ഒരു ഭർത്താവിനെ സ്വീകരിക്കാതെ ഒറ്റക്ക് നിന്ന് ധർമ്മസമരം ചെയ്ത, ധർമ്മത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ട നന്മയുടെ പ്രതീകമായ മറിയം ബീവി റളിയല്ലാഹു അൻഹ അല്ലതി അഹ്സനത് ഫർജഹാ, തന്റെ ഗുഹ്യസ്ഥാനത്തിലൂടെ ഒരു ഹറാമും ചെയ്യാത്ത മറിയം ബീവി. അഹ്സനത് ഫർജഹാ, ചാരിത്ര ശുദ്ധി ഉണ്ടായിരുന്ന മറിയം ബീവി, ഒരു അന്യ പുരുഷന്റെ മുഖത്ത് നോക്കാത്ത പെണ്ണ്, ഒരന്യ പുരുഷനോട് കൊഞ്ചിക്കൊഴയാത്ത പെണ്ണ്, സംസാരിക്കാത്ത പെണ്ണ്. അഹ്സനത് ഫർജഹാ, ചാരിത്ര ശുദ്ധി ഉണ്ടായിരുന്ന പെണ്ണ്, ചേഷ്ടിറ്റി ഉണ്ടായിരുന്ന പെണ്ണ്, ഹയാ ഉണ്ടായിരുന്ന പെണ്ണ് മറിയം ബീവി. വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി, അല്ലാഹുവിന്റെ വചനങ്ങളും അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളും സത്യമാണ് എന്ന് വിശ്വസിച്ച മറിയം ബീവി റളിയല്ലാഹു അൻഹാ അള്ളാഹുവിന്റെ ലോകത്ത് ജീവിച്ചു മരിച്ചു പോകാനിരിക്കുന്ന സർവ്വവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഉദാഹരണമല്ലേ? എന്തൊരു മനോഹരമായ ആയത്ത്. ഇന്ന സഅയകും ലശത്താ, വ്യത്യസ്തമായ കർമ്മങ്ങൾ. ഒരു ഭാഗത്ത് സൊഡോം ഗൊമൊറയിലെ ഹോമോസെക്ഷലായിരുന്ന ആളുകളുടെ കൂടെ നിന്നിരുന്ന ഭാര്യയാണ്, പെണ്ണാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ പെണ്ണ്. അവിശ്വാസികളോടൊപ്പം ഇസ്ലാമിനെ കളിയാക്കിയിരുന്ന പെണ്ണ്, പ്രവാചകനെ കളിയാക്കിയിരുന്ന പെണ്ണ്, ഇസ്ലാമിന്റെ വേഷത്തെ, ഇസ്ലാമിന്റെ സംസ്കാരത്തെ കളിയാക്കി ചിരിച്ചിരുന്ന പെണ്ണ്, അത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ഭാര്യ. രണ്ടുപേരുടെയും കർമ്മം എന്തൊരു വ്യത്യസ്തം. തൊട്ടിപ്പുറത്തോ സർവ്വസുഖങ്ങൾ ഉണ്ടായിട്ട് ഫറോവയുടെ കൊട്ടാരത്തിൽ രാജ്ഞിയായി കഴിഞ്ഞുകൊണ്ടിരിക്കെ, അതൊന്നും എനിക്ക് വേണ്ടാതിനേക്കാളൊക്കെ വലുത് തൗഹീദാണ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണെന്ന് പറഞ്ഞ് തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെട്ട് മൃഗീയമായി വധിക്കപ്പെട്ടു പോയ രക്തസാക്ഷിനിയാണ് അവരും. ഒറ്റക്ക് ജൂതന്മാർ മുഴുവനും വ്യഭിചാരിണി എന്ന് പറഞ്ഞ് മറിയം ബീവിയെ അഭിസാരിക എന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് ജെറൂസലേമിൽ നിൽക്കാൻ സ്വൈരം കൊടുക്കാതെ മറിയം റളിയല്ലാഹു അൻഹ തന്റെ ഗർഭത്തിലിരിക്കുന്ന മഹാനായ പ്രവാചകൻ ഈസ നബി അലൈഹിസ്സലാമിനെ പ്രസവിക്കാൻ വേണ്ടി ഇടം തേടി നടന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹ അല്ലതി അഹ്സനത് ഫർജഹാ ഫനഫഖ്നാ ഫീഹി മിൻ റൂഹിനാ,
ചാരിത്രമുണ്ടായിരുന്നപ്പോ, ചാരിത്രശുദ്ധി ഉണ്ടായിരുന്നപ്പോ, പെണ്ണായി അച്ചടക്കത്തോടെ, ലജ്ജയോടുകൂടെ, നാണത്തോടുകൂടെ മറിയം ബീവിയെ പോലെ ജീവിച്ചാൽ അവർക്ക് സ്വർഗമല്ലേ? അവർ മുഅ്മിനീങ്ങളുടെ ഉദാഹരണമല്ലേ? മുഅ്മിനീങ്ങൾക്ക് മാതൃകയല്ലേ? മറിയം റളിയല്ലാഹു അൻഹാ വനഫനഫഖനാ ഫീഹി മിർ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിച്ചിരുന്ന പെണ്ണായിരുന്നു അത്. സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മക്കൾക്ക് നിസ്കരിക്കുന്ന വാപ്പയെ കാണാൻ ഇനി യോഗമുണ്ടോ?